പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചെരുവുകളിൽ മഞ്ഞും മഴയും പച്ചപ്പും പുതച്ചു നിൽക്കുന്ന വയനാട് എന്ന സ്വപ്നഭൂമി. പ്രകൃതി അതിൻ്റെ സകല സൗന്ദര്യവും വാരിവിതറിയ ഈ മലനാട് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ആത്മീയ പാരമ്പര്യത്തിൻ്റെയും വിസ്മൃതിയിലാണ്ടുപോയ ചരിത്രരേഖകളുടെയും ഒരു വലിയ കലവറ കൂടിയാണ്. കുളിർമയുള്ള കുന്നുകളും പുൽമേടുകളും താഴ്വരകളും നിറഞ്ഞ ഈ ഭൂപ്രദേശം പ്രപഞ്ചത്തിൻ്റെ വിശ്രമ കേന്ദ്രം പോലെ തോന്നിപ്പിക്കും. ആധുനിക സഞ്ചാരികൾക്കായി വയനാട് അതിൻ്റെ വാതിലുകൾ തുറന്നിടുമ്പോഴും ആ പച്ചപ്പിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സാംസ്കാരികമായ ആഴങ്ങൾ തേടിപ്പോകുന്നവർക്ക് മുന്നിൽ അത് അതിശയിപ്പിക്കുന്ന കഥകൾ തുറന്നു കാട്ടുന്നു. അത്തരത്തിൽ വയനാടിൻ്റെ ചരിത്രത്തെയും ആത്മീയതയെയും പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യകേന്ദ്രമാണ് സുൽത്താൻ ബത്തേരിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീലക്ഷ്മി നരസിംഹ ക്ഷേത്രം. വയനാട്ടിലെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ബത്തേരി ലക്ഷ്മി നരസിംഹ ക്ഷേത്രം. തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും ബോർഡറിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം വളരെ ചരിത്രപരമായിട്ട് വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം അനുദിനം വളരെ നല്ല നിലയിൽ മുന്നോട്ട് വരുന്നുണ്ട്. ഇവിടെ കുട്ടികളെ കലകൾ അഭ്യസിപ്പിക്കുന്നുണ്ട്. ഡാൻസ്, അതുപോലെ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ക്ലാസ്, അതുപോലെ ചെണ്ടമേളം അഭ്യസിപ്പിക്കുന്നു. ഈ നാട്ടിലെ വളർന്നു വരുന്ന തലമുറയെ സാംസ്കാരികമായും സാമൂഹികമായും ഉന്നമനത്തിലെത്തിക്കുന്നതിനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തി വരുന്നൊരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്ര സമിതിയാണെങ്കിലും ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെടുന്നവരുടെ ആണെങ്കിലും എല്ലാ പ്രവർത്തനങ്ങളിലും നാട്ടുകാരുടെ പരിപൂർണമായ സഹകരണം കിട്ടിവരുന്ന ക്ഷേത്രമാണിത്. 3000 വർഷത്തെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം തകർച്ചയുടെ ചാരത്തിൽ നിന്നും ഭക്തിയുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും കരുത്തിൽ ഉയിർത്തെഴുന്നേറ്റ ഒരു മഹാസങ്കേതമാണ്. ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടുതന്നെ വയനാട് എക്കാലത്തും കർണാടക സംസ്കാരവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. വടക്കു നിന്നും പടിഞ്ഞാറ് നിന്നും ഒഴുകിയെത്തിയ വിവിധ വിശ്വാസധാരകൾ ഈ മണ്ണിൽ സമാധാനപരമായി സഹവർത്തിച്ചിരുന്നു. ജൈനമതത്തിൻ്റെ വ്യാപനം ഇവിടുത്തെ സാമൂഹിക ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇന്നത്തെ സുൽത്താൻ ബത്തേരി എന്ന പട്ടണം ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഗണപതിവട്ടം എന്നായിരുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള ഗണപതി സങ്കല്പം ഈ ദേശത്തിൻ്റെ ഹൃദ്യമായിരുന്ന കാലത്തെയാണ് ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത്. എന്നാൽ കാലക്രമത്തിൽ മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ്റെ പടയോട്ടങ്ങൾ ഈ പ്രദേശത്തിൻ്റെ മുഖച്ഛായ മാറ്റിമറിച്ചു. പഴയ ജൈനക്ഷേത്രത്തിൽ തൻ്റെ വെടിക്കോപ്പുകളും യുദ്ധസാമഗ്രികളും ടിപ്പു സൂക്ഷിച്ചതോടെയാണ് ഗണപതിവട്ടം സുൽത്താൻ ബത്തേരിയായി മാറിയത്. ഈ പരിവർത്തനങ്ങൾക്കിടയിൽ പ്രദേശത്തിൻ്റെ പൗരാണികമായ പല ആത്മീയ സമ്പത്തുകളും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയി. എങ്കിലും മണ്ണടിഞ്ഞ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ആ പഴയ പ്രൗഢിയുടെ സാക്ഷ്യപത്രങ്ങളായി അവശേഷിക്കുന്നുണ്ട്. ഗണപതിവട്ടം എന്ന പേരിനോട് ചേർന്നു നിന്നിരുന്ന പ്രധാന ആരാധനാലയങ്ങളിൽ ഒന്നായിരുന്നു ശ്രീലക്ഷ്മി നരസിംഹ ക്ഷേത്രം. ടിപ്പു സുൽത്താൻ്റെ ആക്രമണകാലത്ത് പൂർണ്ണമായും തകർക്കപ്പെട്ട ഈ ക്ഷേത്രം നൂറ്റാണ്ടുകളോളം കാടുപിടിച്ച് കിടക്കുകയായിരുന്നു. അധിനിവേശത്തിൻ്റെ ആ ക്രൂരമായ മുറിപ്പാടുകൾ ക്ഷേത്രത്തിൻ്റെ ചുവരുകളിൽ മാത്രമല്ല, ആ നാട്ടിലെ വിശ്വാസികളുടെ മനസ്സിലുമേറ്റിരുന്നു. പ്രാദേശിക രാജാക്കന്മാരുടെ കാലത്ത് അതീവ സംരക്ഷണയോടെ പരിരക്ഷിക്കപ്പെട്ടിരുന്ന ഈ ക്ഷേത്രം വൈദേശിക ശക്തികളുടെ കടന്നാക്രമണത്തിലും പിന്നീട് പ്രകൃതിക്ഷോഭങ്ങളിലും പെട്ട് നാമാവശേഷമായി. ക്ഷേത്രത്തിനുണ്ടായിരുന്ന ഏക്കർ കണക്കിന് ഭൂമിയും മറ്റു സ്വത്തുക്കളും കാലക്രമത്തിൽ നഷ്ടപ്പെട്ടു. എന്നാൽ ദൈവഹിതം മറ്റൊന്നായിരുന്നു. വിസ്മൃതിയിലാണ്ടുപോയ ഈ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ പിന്നീട് കണ്ടെടുത്തതോടെ ഒരു പുതിയ ചരിത്രത്തിന് തുടക്കമായി. ഏതാണ്ട് 3 പതിറ്റാണ്ട് മുമ്പ് ഈ പുണ്യഭൂമിയിൽ നടത്തിയ ഖനനങ്ങളും അന്വേഷണങ്ങളുമാണ് ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കാരണമായത്. പ്രബുദ്ധരായ ഒരു കൂട്ടം നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും നേതൃത്വത്തിൽ നടന്ന പരിശ്രമങ്ങളും തുടർന്ന് നടന്ന ദേവപ്രശ്നത്തിലൂടെയുമാണ് ക്ഷേത്രത്തിൻ്റെ പൗരാണികതയും ഭഗവാന്റെ സാന്നിധ്യവും സ്ഥിരീകരിക്കപ്പെട്ടത്. കഴിഞ്ഞ 15 വർഷത്തിലേറെയായി നടന്നുവരുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടുപോയ ഒരു സംസ്കാരത്തിൻ്റെ വീണ്ടെടുപ്പാണ്.
2002 ഈ ക്ഷേത്രപ്രതിഷ്ഠ നടത്തുന്നതിന് ശേഷം 2022 നവീകരണ കലശവും ധ്വജപ്രതിഷ്ഠ, പരിവാര പ്രതിഷ്ഠ, ബലിയബലിക്കൽ എന്നിവയും പ്രതിഷ്ഠിച്ചത്. പിന്നീട് അതോടനുബന്ധിച്ചാണ് 8 ദിവസത്തെ ഉത്സവം ആഘോഷിച്ചു വരുന്നത്. ആലുവ തന്ത്രവിദ്യാപീഠത്തിലെ ആചാര്യന്മാരുടെ കണിശമായ മേൽനോട്ടത്തിലാണ് ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം നടന്നുവരുന്നത്. ഭാരതീയ തച്ചുശാസ്ത്രത്തിൻ്റെയും വാസ്തുശാസ്ത്രത്തിൻ്റെയും നിയമങ്ങൾ ഒട്ടും ചോർന്നു പോകാതെയാണ് ഓരോ നിർമ്മിതിയും വിഭാവനം ചെയ്തിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ശ്രീകോവിൽ മഹാവിഷ്ണുവിൻ്റെ 4ാമത്തെ അവതാരമായ ഭഗവാൻ നരസിംഹമൂർത്തിയുടെ ഭാവത്തെ ഉൾക്കൊള്ളുന്ന വിധത്തിലാണ് പണിതിരിക്കുന്നത്. നരസിംഹ അവതാരം വിഷ്ണു ഭഗവാന്റെ 4ാമത്തെ അവതാരമാണ്. തിന്മയുടെ പ്രതീകമായ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാൻ തൂണിൽ നിന്ന് പിളർന്നു വന്ന ഭഗവാന്റെ രൂപം അത്യന്തം ഭയാനകമായിരുന്നു. എന്നാൽ ലക്ഷ്മി സമേതനായിരിക്കുന്ന ഭഗവാൻ ഭക്തർക്ക് അനുഗ്രഹപ്രദായകനാണ്. നരസിംഹം എന്നാൽ ജ്ഞാനത്തിൻ്റെയും ശക്തിയുടെയും സംഗമമാണ്. സാധാരണയായി ഉഗ്രരൂപിയായി കാണപ്പെടുന്ന നരസിംഹമൂർത്തി മഹാലക്ഷ്മി സമേതനായി ഇരിക്കുമ്പോൾ ശാന്തനും ഭക്തവാത്സല്യനിധിയുമാണ്. 2003 ജൂൺ 30 നടന്ന പ്രതിഷ്ഠാകർമ്മത്തോടെ ഭഗവാന്റെ വിഗ്രഹം ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. അതോടെ തന്നെ ഉപദേവതകളായ ദക്ഷിണാമൂർത്തി, ഗണപതി, ധർമ്മശാസ്താവ്, ഭഗവതി എന്നിവരും സമുചിതമായ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. ക്ഷേത്രത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന വിധത്തിലുള്ള ഇരുനിലകളിൽ ഉള്ള മുഖമണ്ഡപം വാസ്തുവിദ്യയുടെ വിസ്മയമായി നിലകൊള്ളുന്നു. ഓരോ കല്ലും ഓരോ മരവും ഭക്തിയുടെയും കലയുടെയും ഉദാത്തമായ സംഗമമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. വയനാട് പോലെയുള്ള കർഷകർ ധാരാളമുള്ള ഒരു പ്രദേശത്ത് പ്രകൃതിക്ഷോഭങ്ങളും വന്യമൃഗശല്യവും ജീവിത പ്രതിസന്ധികളും നേരിടുന്ന ജനങ്ങൾക്ക് ലക്ഷ്മി നരസിംഹ ഭഗവാൻ കാവൽക്കാരനാണ്. അജ്ഞതയാകുന്ന ഇരുട്ടിനെ മായ്ച്ച് ജ്ഞാനമാകുന്ന പ്രകാശം നൽകാൻ ഈ പ്രതിഷ്ഠ സഹായിക്കുന്നുവെന്നാണ് വിശ്വാസം. പ്രതിഷ്ഠാകർമ്മത്തിനു ശേഷം 10,000-കണക്കിന് ഭക്തരാണ് പ്രതിവർഷം ഈ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ 2ാം ഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് ചുറ്റമ്പലത്തിനാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ സുരക്ഷയ്ക്കും ആചാരപരമായ പൂർണ്ണതയ്ക്കും ചുറ്റമ്പലം അത്യന്താപേക്ഷിതമാണ്. ഇതിനോടകം തന്നെ 3 വശത്തെ ചുറ്റമ്പല നിർമ്മാണവും ഭഗവാന്റെ നിവേദ്യങ്ങൾ തയ്യാറാക്കുന്ന തിടപ്പള്ളിയും വിശുദ്ധജലം ശേഖരിക്കുന്ന മണിക്കിണറും പൂർത്തിയായി കഴിഞ്ഞു. ഭക്തജനങ്ങളുടെ സഹകരണം കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഇനിയും പൂർത്തീകരിക്കാനുള്ള പ്രധാന ഭാഗം വലിയമ്പലമാണ്. ഇതുകൂടാതെ ക്ഷേത്രം ഓഫീസ്, ജീവനക്കാർക്കുള്ള താമസ സൗകര്യം, പ്രദക്ഷിണ വീതി, ചുറ്റുമതിൽ എന്നിവയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഓരോ നിർമ്മാണവും കൃത്യമായ ലക്ഷ്യത്തോടും പൗരാണികമായ ചിട്ടകളോടും കൂടിയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇതിനുവേണ്ടി വരുന്ന ഭീമമായ തുക കണ്ടെത്തുക എന്നത് ഈ കൊച്ചു ഗ്രാമത്തിന് വലിയ വെല്ലുവിളിയാണ്. വയനാടിൻ്റെ ഇന്നത്തെ അവസ്ഥ പരിശോധിച്ചാൽ കർഷകരുടെ കണ്ണീർ വീണ മണ്ണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രകൃതിക്ഷോഭങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും കാർഷിക മേഖലയെ തകിടം മറിച്ചപ്പോൾ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായി മാറി. ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ക്ഷേത്രം പുനരുദ്ധാരണം തടസ്സമില്ലാതെ മുന്നോട്ടു പോകുന്നത് ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. മുംബൈയിലെ ഭവൻസ് ധർമ്മസേന പ്രതിഷ്ഠാൻ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് തുടങ്ങിയ വലിയ പ്രസ്ഥാനങ്ങൾ നൽകിയ സഹായങ്ങൾ ഈ പുണ്യകർമ്മത്തിന് കരുത്തേകി. എന്നാൽ നിർമ്മാണത്തിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള സുമനസ്സുകളുടെ സഹായം അനിവാര്യമായിരിക്കുന്നു. ഓരോ ഭക്തനും നൽകുന്ന ചെറിയ സംഭാവനകൾ പോലും ഈ മഹാക്ഷേത്രത്തിൻ്റെ പൂർത്തീകരണത്തിൽ വലിയ പങ്കുവഹിക്കും. ലക്ഷ്മി നരസിംഹ സങ്കല്പം എന്നത് ശക്തിയുടെയും സമാധാനത്തിൻ്റെയും സമന്വയമാണ്. നരസിംഹമൂർത്തി തിന്മയെ സംഹരിക്കുമ്പോൾ ലക്ഷ്മി ദേവി ഐശ്വര്യവും നന്മയും ചൊരിയുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളിലും ഭയത്തിലും ഉഴലുന്നവർക്ക് അഭയസ്ഥാനമാണ് ഈ സന്നിധി. ആത്മീയമായ ഉണർവ് മാത്രമല്ല, സാമൂഹികമായ ഒരുമയുടെ സന്ദേശം കൂടിയാണ്
ഈ ക്ഷേത്രം നൽകുന്നത്. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഈ പുനർനിർമ്മാണത്തിൽ പങ്കുചേരാം. കാരണം ഇത് വെറുമൊരു കെട്ടിടത്തിൻ്റെ പണിയല്ല, മറിച്ച് നമ്മുടെ പാരമ്പര്യത്തെയും വേരുകളെയും തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണ്. ഒരു നാടിൻ്റെ നന്മയ്ക്കും ഐശ്വര്യത്തിനും അവിടുത്തെ ആരാധനാലയങ്ങൾ ഉണർവോടെ നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഭാരതീയ സംസ്കാരം എപ്പോഴും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന മഹത്തായ സന്ദേശമാണ് മുറുകെ പിടിക്കുന്നത്. ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ എന്ന ഈ പ്രാർത്ഥന ലക്ഷ്മി നരസിംഹസ്വാമിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് ഇവിടുത്തെ ഭക്തർ. ഈ പുണ്യസങ്കേതത്തിൻ്റെ പൂർത്തീകരണത്തിനായി കൈകോർക്കുന്നത് വരും തലമുറകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും. അടുത്ത 2 മാസം കൊണ്ട് നമ്മുടെ ക്ഷേത്രം ഇന്ന് കാണുന്നതിൽ നിന്ന് വളരെയധികം വിപുലപ്പെടുത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പണി. ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാ മാസവും മലയാള മാസം 1-ാം തീയതി നടക്കുന്ന അന്നദാനത്തിലും സർവേശ്വര പൂജയിലും വയനാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ പങ്കെടുക്കുകയും അത് വളരെ വിപുലമായ രീതിയിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് തുടർന്നു കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ താല്പര്യം. അതിന് ഭക്തജനങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിൽ തിരുവാതിര ആഘോഷിക്കുന്നു, ഏകാദശി ആഘോഷിക്കുന്നു, ഉത്സവാദികൾ അത് ആഘോഷിക്കുന്നു. ഇതിലെല്ലാം ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ധാരാളമായി ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. തകർച്ചയിൽ നിന്ന് ഒരു വിഗ്രഹം പോലും കേടുകൂടാതെ വീണ്ടെടുക്കാൻ കഴിഞ്ഞത് ദൈവഹിതമാണ് എങ്കിൽ ആ ഭഗവാന് യോഗ്യമായ ആലയം പണിയുക എന്നത് നമ്മുടെ കടമയാണ്. ഓരോ കല്ലും അടുക്കുമ്പോൾ അവിടെ ഒരു ചരിത്രം കൂടി നിർമ്മിക്കപ്പെടുകയാണ്. സുൽത്താൻ ബത്തേരിയിലെ ഈ പുണ്യഭൂമിയിലേക്ക് നമുക്കും കടന്നു ചെല്ലാം. കോഴിക്കോട് മൈസൂർ ദേശീയ പാതയോരത്ത് നിലകൊള്ളുന്ന ഈ ക്ഷേത്രം സഞ്ചാരികൾക്ക് മനഃശാന്തിയും ഭക്തർക്ക് ആത്മവിശ്വാസവും നൽകുന്നു. ആത്മീയതയുടെയും ചരിത്രത്തിൻ്റെയും ഈ മഹാസംഗമ ഭൂമിയിൽ ഭഗവാൻ നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ. വയനാടിൻ്റെ മണ്ണിൽ വീണ്ടും ഗണപതി വട്ടത്തിൻ്റെ പഴയ പ്രതാപം ലക്ഷ്മി നരസിംഹസ്വാമിയുടെ അനുഗ്രഹത്താൽ തിരികെ വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ചരിത്രത്തിൻ്റെ മുറിപ്പാടുകൾ മായ്ക്കാനാവില്ല, എന്നാൽ അവയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഒരു പുതിയ കാലത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കും. സുൽത്താൻ ബത്തേരി ശ്രീ ലക്ഷ്മി നരസിംഹ ക്ഷേത്രം അത്തരമൊരു പുതിയ കാലത്തിൻ്റെ തുടക്കമാണ്. തകർച്ചയിൽ നിന്നും പുനർജനിയിലേക്കുള്ള ഈ യാത്രയിൽ ഓരോ ഭക്തൻ്റെയും പങ്കാളിത്തം അമൂല്യമാണ്. പൗരാണികതയുടെ വേരുകൾ തേടിയുള്ള ഈ സഞ്ചാരം ഭാവി തലമുറകൾക്ക് വലിയൊരു പാഠമായി നിലനിൽക്കും. വിശ്വാസവും നിശ്ചയദാർഢ്യവും ഉണ്ട് എങ്കിൽ ഏത് നാശത്തിൽ നിന്നും സർഗാത്മകമായ ഒന്നിനെ ഉയർത്തെടുക്കാൻ സാധിക്കുമെന്ന് ഗണപതി വട്ടത്തെ ഈ പുണ്യസങ്കേതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.